ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുവാണ്. ഇപ്പോൾ VRC Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് ഹർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 രീതിയിൽ നമ്മൾ CD ട്രേയിൽ അങ്ങനെ നമ്മൾ തൈ നമ്മൾ പാവുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതുപോലത്തെ ഒരു ചകിരിച്ചോറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് മേടിക്കാൻ നേരത്ത് നല്ല ക്വാളിറ്റിയുള്ള രീതിക്കുള്ള ചകിരിച്ചോറ് മേടിക്കുക. നല്ല രീതി നമ്മൾ അഗ്രേര ചകിരിച്ചോറാണ് കണ്ടോ. കേട്ടോ അഗ്രേര ചകിരിച്ചോറാണ്. ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ട, pH കൊടുത്തിട്ടുണ്ട് കണ്ട, pH കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ട ഓർഗാനിക് കേട്ടോ, ഓർഗാനിക് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ചകിരിച്ചോറാണ്, കുഴപ്പമില്ല. നോക്കിയാൽ അറിയാം, അവരെ എംപ്ലോക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പം നമ്മൾ ചകിരിച്ചോറ് മേടിക്കാൻ നേരത്ത് ബ്ലോക്കുകൾ ഇങ്ങനത്തെയുള്ള കട്ടകൾ മേടിക്കാൻ നേരത്ത് നമുക്ക് നല്ല ഇതേപോലത്തെ ഉള്ള ഫിൽട്ടർ ചെയ്തുള്ള ചകിരിച്ചോറുകൾ മേടിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചകിരിച്ചോറ് എടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ കറയെടുത്ത് കളയണം. നമ്മൾ ചകിരിച്ചോറ് നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഉണക്കി എടുത്തതിന് മാത്രമായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറ് ആദ്യം നമുക്ക് ഇതൊന്ന് കൂത്തെടുക്കണം. നമുക്ക് കറ കളയണ്ട, അല്ലാതെ നമുക്കൊന്ന് കൂത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു 5 കിലോയുടെ ബ്ലോക്കാണ് വരുന്നത് കേട്ടോ. 5 കിലോയുടെ കട്ടയാണ് എന്താ 5 കിലോയാണത്. ഇപ്പോൾ 5 കിലോയ്ക്ക് 15 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 15 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചകിരിച്ചോറ് നമ്മൾ കൂക്കാൻ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നിൽക്കുന്നതിൽ ഈ വെള്ളം എല്ലാം ഇതിലും പിടിച്ചോളും കേട്ടോ. പിടിക്കാനുള്ള 5 കിലോയ്ക്ക് 15 ലിറ്റർ വെള്ളം. അപ്പോൾ നമ്മൾ നേരത്തെ ചകിരിച്ചോറ് നമ്മളൊരു 5 കിലോയുടെ ചകിരിച്ചോറ് ഒരു ചെറിയൊരു ബ്ലോക്ക് നമ്മളൊരു കട്ട നമ്മൾ ഇതിനകത്ത് നമ്മൾ കോക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കിലോയ്ക്ക് നമ്മൾ 15 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് കോന്ന് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീതേ ആയിട്ടുള്ള കുറച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മളിത് ഇങ്ങനെ മാറ്റുക. ഇവിടെ കറയെല്ലാം കളഞ്ഞിട്ടുള്ള നമ്മൾ ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നമ്മൾ അതിലോട്ട് നമ്മൾ ഷീറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എടുക്കുന്നോളൂ. ഇത് നമ്മൾ ഉണക്കിയിട്ടാണ് നമുക്കിത് ഇത് CD ട്രേയിലേക്ക് നമുക്ക് നിറയ്ക്കാനുള്ളത്. ഈ ഷീറ്റ് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഷീറ്റ് നമ്മൾ ആ റൂഫിനൊക്കെ നമുക്ക് വെൽഡിങ്ങിന് പോകുന്ന നേരത്ത് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ഷീറ്റാണ് കേട്ടോ. നമ്മൾ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ കോട്ടിങ് ഷീറ്റ് വരില്ലേ, നമ്മൾ കോട്ടിങ് ഷീറ്റിൽ വരുന്ന ഷീറ്റാണ് നമുക്ക് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് മാത്രമല്ലാണ്ട് ഇത് കണ്ടാങ്ങൾ ഈ മഴമറയ്ക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുമ്പോഴും ഈ ഒരു നമ്മൾ വെൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ ഷീറ്റ് പല കോട്ടിങ് ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇത് നമുക്ക് നോക്കി ഇത് നമ്മൾ ചീരയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ആവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു മഴമറയൊക്കെ നമുക്ക് ഭയങ്കര പൈസയൊന്നും കൊടുത്തൊന്നും മേടിക്കേണ്ട. ഇങ്ങനെ വീട്ടിലൊക്കെ റൂഫിൻ്റെ ആവശ്യത്തിനുള്ള ഷീറ്റുകളൊക്കെ ഇതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് എടുത്ത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഉപയോഗശൂന്യമായ കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു മഴമറ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മഴമറ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഒരു ആ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന നമുക്കത് മഴമറയുടെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കി തന്നെ ഉണക്കിയെടുക്കാം. അപ്പോഴേ എല്ലാവർക്കും CD ട്രേയിൽ നമുക്ക് ചകിരിച്ചോറ് ചെയ്യാൻ നേരത്തുള്ളൊരു നമ്മളെ പെട്ടെന്ന് ഇത് പാഴി പോകുന്നു, അല്ലെങ്കിൽ വേർപെടലൊന്നും പിടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറ കിടക്കുന്നുണ്ട് കേട്ടോ. കറ കിടന്നാൽ ഒന്നും പിടിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് വാഴിപ്പം പോകും കേട്ടോ. വേർപെടലങ്ങൾ പിടിക്കണതിൻ്റെ കറയൊക്കെ മാറ്റിയിട്ട് നല്ല ഫിൽട്ടർ ചെയ്താൽ നല്ല രീതിക്കുള്ള ചകിരിച്ചോറുകൾ നമുക്ക് ഇതേപോലെ നമുക്ക് എടുത്തിങ്ങനെ എന്നിട്ട് നമുക്ക് ഉണക്കണം. ഉണക്കി എടുത്തിട്ടാണ് നമുക്ക് ഇനി അടുത്ത നമുക്കുള്ള CD ട്രേയിലേക്ക് നമുക്ക് ഓട്ടോമേഷൻ ചെയ്ത് നമുക്ക് തൈ നിറയ്ക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ഉണക്കാൻ വെച്ചാൽ നമ്മൾ ചകിരിച്ചോറാണ് കേട്ടോ. നമ്മൾ ഇതൊരു 5 കിലോയ്ക്കുള്ള ഒരു കട്ടയാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ കഴുകി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഉണക്കിയാൻ വെച്ച ചകിരിച്ചോറാണ്. നമ്മൾ കുറച്ച് അരച്ചാക്ക് നമ്മൾ ഇതിനകത്ത് വാരി വെച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് 5 കിലോ നമുക്ക് ഉണക്കാൻ നേരത്തെ ഒരു ചാക്ക് ചകിരിച്ചോറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടെ. കുറച്ചങ്ങ് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഇപ്പം നമുക്ക് 1 കിലോയ്ക്ക് ആണ് നമ്മൾ എടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ പിന്നെ CD ട്രേ ഒക്കെ ചെയ്യുന്നത് വീഡിയോ ഒക്കെ തോന്നി നമ്മൾ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കറക്റ്റായ രീതിക്കുള്ള നമ്മളെ ഇത് ഉണ്ടാക്കുന്നതും അതുപോലെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് നല്ല രീതിക്കുള്ള തൈകൾ ഉത്പാദിപ്പിക്കാന്നൊക്കെ നല്ല CD ട്രേയിൽ നമ്മൾ ചെയ്യണം. അപ്പോഴേ നമ്മൾ ഒരേ ഐഡിയകൾ കണ്ടെത്താൻ നേരത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കും കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മൾ എത്തിച്ചിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഏതാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്ന
അനുസരിച്ചുള്ള ഇതിന് നിങ്ങളെ കയ്യിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ചകിരിച്ചോറ് 1 കിലോയ്ക്കുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. 1 കിലോ ചകിരിച്ചോറ് നമ്മളിതാ എടുക്കുന്നു കേട്ടോ. 1 കിലോ ചകിരിച്ചോറ് 1 കിലോ ചകിരിച്ചോറ് ഓക്കെ, 1 കിലോ കൂടുതൽ ഉണ്ടെങ്കിലുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് എന്ന് നമ്മൾ പറയുന്നത് തന്നെ നമ്മളെ ബെർമിക്കുലേറ്ററും അതുപോലെ പിന്നെ പെർലൈറ്റും 1 കിലോയ്ക്ക് 10 ഗ്രാം പെർലൈറ്റും അതേപോലെ 10 ഗ്രാം നമ്മളെ ഇത് ബെർമിക്കുലേറ്ററും കേട്ടോ. ബെർമിക്കുലേറ്ററും അതേപോലെ പെർലൈറ്റും കൂടെ രണ്ടും കൂടെ 10 ഗ്രാം വെച്ചേ. അത് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. നമ്മളെ pH ബൂസ്റ്റ്, നമ്മളെ SPCയിലെ pH ബൂസ്റ്റ് കേട്ടോ. pH ബൂസ്റ്റും കൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴും നമുക്ക് പെട്ടെന്ന് തൈ പെട്ടെന്ന് നല്ല രീതിക്ക് തന്നെ നമുക്ക് അതെല്ലാം pH ആയി മാറിക്കോണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ pH ബൂസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴേ എല്ലാവരും നമുക്ക് ഈ ചകിരിച്ചോറിലൊക്കെ നമുക്ക് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ഇതൊക്കെ പാഴി പോകണമെന്ന് പറഞ്ഞാൽ pHൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത്, അത് പാഴി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നമ്മൾ അഗ്രോയുടെ ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ ചകിരിച്ചോറ് മേടിച്ചിരിക്കുന്നത്. നല്ലതാണ്, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്, pHൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് നമ്മൾ pH കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് വേറെ ലോക്കലായിട്ടൊക്കെ മേടിക്കുന്നത് നമുക്ക് ഇതിൽ മേടിച്ചിട്ട് കഴുകി തുടങ്ങിയിട്ട് തന്നെ ഉണക്കി അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ചകിരിച്ചോറ് നമുക്ക് ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മൾ പോട്ടി മുസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മുസ എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ CD ട്രേയിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. നമ്മളൊരു 3 രീതിക്കുള്ള ഇതാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പോട്ടി മുസ നമുക്ക് റെഡിയാക്കി, ഇതേപോലത്തെ പോട്ടി മുസ നമുക്ക് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളിതിൻ്റെ വാര്യങ്ങൾ ഇത്തിരി കൊടുക്കുക കേട്ടോ. നമുക്ക് നേരത്തെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തോനെയൊക്കെ ഇങ്ങനെ വാര്യങ്ങൾ എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഫില്ലാകും കേട്ടോ. അപ്പോൾ അത്രയൊന്നും ചെയ്യണം. നമുക്ക് ഇതിനകത്ത് നമ്മൾ കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ. നമ്മൾ തോനെയൊന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. ഇപ്പോൾ ഇത്രയും നമുക്ക് ഫില്ല് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ നമ്മളെ നഴ്സറിയിലൊക്കെ വന്നിട്ട് നമുക്ക് തൈ ഇങ്ങനെ ഊരിയെടുക്കത്തില്ലേ, ഊരിയെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നോക്കിയോളേ, ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷേക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിരിക്കും കേട്ടോ. എല്ലായിടത്തും അങ്ങ് കറക്റ്റായിട്ട് തന്നെ ഇതങ്ങ് ഇരുന്നോളും കേട്ടോ. നല്ല രീതിക്ക് എല്ലായിടത്തും തന്നെ ഓക്കെ, ഒരു അമങ്ങല ഒന്നും കാണത്തില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും കേട്ടോ. ഇങ്ങനെയാണ് നമുക്കുള്ള ഈ നമ്മളെ സീഡുകൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇടാനുള്ളത്. സീഡ് ഞാൻ എടുക്കുന്ന പറയുമ്പം നമ്മളെ മുളവാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ പഴുത്ത് ഇതൊക്കെ ഇതുകൊണ്ട് നോക്കിയണ്ട, ഇത് നല്ല കുടുപ്പായിട്ട് മുളവാണ് കേട്ടോ. കുടുപ്പ് വരുന്ന മുളവാണ്. നമ്മളൊരു കുടുപ്പിൻ്റെ മരുന്നടിച്ച് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത്. അത്രയും കുടിച്ച് പോയിരുന്നൊരു മുളവാണ് കേട്ടോ. ഇപ്പം നിറയെ പൂക്കുന്നുണ്ട് കേട്ടോ, നിറയെ പൂക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ എല്ലാം പൂത്ത് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ നല്ല രീതിക്ക് തന്നെ നല്ല കായുണ്ട്. ഇവിടെയൊക്കെ എല്ലാം കായ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ, എല്ലാം കായ പിടിച്ച് കിടപ്പുണ്ട്. ഇത് അത്രയും പോയി മുളവാണ്. നമ്മൾ കുടുപ്പിൻ്റെ മരുന്നടിച്ചപ്പോൾ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുടുപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് മാറുന്ന എങ്ങനെയൊക്കെ കണ്ടോ, ഇതുണ്ടോ, ഇത് ആ രീതിക്ക് ചെയ്തെടുത്തേണേ. ഇതുണ്ട് ഇപ്പോൾ എല്ലാം വരുന്നത് നല്ല രീതിക്കുള്ള ലീഫാണ് വരുന്നത് കണ്ടോ. ഇത് നോക്കിയേ, ഇത് കണ്ടോ മുള വയ്ക്കുന്നുണ്ടോ, ഒരു കുടുപ്പോലും ഇല്ല കേട്ടോ. ആ രീതിക്ക് നമ്മൾ ചെയ്യാം. നമുക്കൊരു കുടുപ്പിന് മാറുന്ന എങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്ത് 10,000 പേര് നമുക്ക് ആ വീഡിയോയ്ക്ക് നമ്മൾ കണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അവിടെ കുറച്ച് പേര് നമുക്ക് ചോദിക്കുകയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. കുടുപ്പ് എങ്ങനെയാണ് മാറുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ മുളക് നമുക്ക് ഇതിൽ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇത്രയും നമ്മളാകുമ്പോൾ നമുക്ക് പഴുത്ത മുളക് നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഉണ്ടോ അപ്പോഴേ നമ്മളീ മുളക് നമുക്കിതാ ഇതിനകത്തിട്ട് നമുക്കതാ പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല മണമുള്ള മുളകാണ് കേട്ടോ, നല്ല മണവും നല്ല എരിയുള്ള മുളകാണ്. പിന്നെ ഒരേ സീഡായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാമേ. നമുക്ക് ഇതാകുമ്പം നമുക്ക് ഇങ്ങനെ പഴുപ്പിച്ചാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ബാക്കിയുള്ള പഴയ വിത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സീഡോമോണസിനകത്ത് 24 മണിക്കൂർ ഒരു ദിവസം നമുക്ക് അതിനകത്ത് കൂത്തതിന് ശേഷമായി നമുക്ക് സീഡോമോണസ് ലൈനിലായാലും അതുപോലെ അത് നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലേ നമുക്ക് ഇത് നമ്മളെ ഈ 19 അത് നമുക്ക് അതും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ മാത്രമേ നമുക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനൊക്കെ 2 മണിക്കൂർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിതാ ഒരേ സീഡായിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് പൊടിക്കും കേട്ടോ. നമുക്കുള്ള
നമ്മൾ നിർത്തി പഴിപ്പിച്ച മുളകായിക്കൊണ്ട് നമുക്ക് യാതൊരു സംശയമില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് പൊടിച്ച് വരും കേട്ടോ. അപ്പോഴേ നമ്മൾ വിത്തെല്ലാം നമ്മൾ പാകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിത്തെല്ലാം പാകി എടുത്താൽ പിന്നെ നമുക്കൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാം. വേറെ ഒന്നുമില്ല, നമ്മൾ നോർമലായിട്ട് കുറച്ച് ചകിരിച്ചോറും ശർക്കര പേരിലായിട്ടും കേട്ടോ, വേറെ ഒന്നും കൊടുക്കരുത്. അതിൽ ബെർമിക്കുലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നോർമലായിട്ടുള്ള ചകിരിച്ചോറ്. അപ്പോൾ ആ ചകിരിച്ചോറ് നമുക്കിതാ നമ്മൾ കുറച്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ഇട്ട് കൊടുത്തേടാ, വിത്തോളമെന്നാണ്. അപ്പോഴേ നമ്മൾ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും നമ്മളിങ്ങനെ കുറച്ചേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇനി ഇതൊന്നും ഒന്നും ചെയ്യരുത് കേട്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതിനകത്തൊന്നും ഷേക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഷേക്ക് നമ്മൾ കൊടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ട്രേ ആണ്. നമുക്ക് ഇനിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി നമുക്ക് നേരെ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്പ്രേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളം നമുക്ക് അതൊന്ന് നല്ല ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ, നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി ഇതിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ദിവസം തന്നെ ഇത് പൊടിച്ചിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും നനവ് കുറവുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇന്ന് സ്പ്രേ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി സ്പ്രേ ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ വേറെ സീഡ് ട്രേ എടുക്കുക കേട്ടോ. സീഡ് ട്രേ എടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ നമ്മളങ്ങ് മൂടി വയ്ക്കുകയാണ് കേട്ടോ. മൂടി വെച്ചിട്ട് ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണ്ടയിലേക്ക് അടുത്തത് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാമേ. അടുത്തത് നമുക്ക് പയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മൾ CD ട്രേയിൽ നമ്മൾ കുറച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നു. അത് നമ്മൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തെടുക്കണം കേട്ടോ. CD ട്രേ തോനെ പ്രാവശ്യം തോനെ വർഷം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കുള്ള പയർ എന്ന് പറയുമ്പം നമുക്കുള്ള മീറ്റിനേക്കാളും നീളമുള്ള പയറാണ് കേട്ടോ. ഇതെല്ലാം വിത്ത് നമുക്ക് വേണവരൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വിത്തുകളുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് പാകിട്ട് നമുക്ക് വിത്ത് നമുക്ക് പാവാൻ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ പഴയ പയറൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞാൽ സീഡമോൺസ് ലൈനിൽ 2 മണിക്കൂർ പയറൊക്കെ വരാൻ പയറിന് ഈ പയറൊക്കെ ഉള്ള ഇതെന്ന് പറയുന്നത് അങ്ങനെ അതിൽ പെട്ടതൊക്കെ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ പെട്ടത് 2 മണിക്കൂർ മാത്രമേ നമുക്ക് കഞ്ഞിവെള്ളത്തിനായിട്ട് സീഡോമോണസിനായിട്ട് നമുക്ക് വെള്ളത്തിൽ നമുക്ക് കൂത്ത് വയ്ക്കാം. കൂത്ത് വെച്ച് അങ്ങനെ തോനെ നേരമാണ് നമ്മൾ കൂത്ത് വയ്ക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും, വിടർന്നു പോകും കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ പയർ നമുക്കത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ നമുക്ക് ഇതേ രീതിക്ക് പാവി എടുക്കാം, അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് രീതിക്കും നമുക്ക് പോട്ടി മിക്സും ചെയ്തുകൊണ്ട് നമ്മളെ ഗ്രോ ബാഗിനകത്ത് നമുക്ക് പാവി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ അത് രീതിക്ക് നിങ്ങൾ ചെയ്യണേ. ഇത് നമുക്ക് തൈക്കും കൂടെ കുറച്ച് ആവശ്യമുണ്ട്, നമ്മൾ നഴ്സറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിക്ക് നമ്മൾ ചെയ്യുന്നത്. ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണിലേക്കാണ് നമ്മൾ പയറൊക്കെ എനിക്ക് നടത്തെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൊടിക്കത്തൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ വെയിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹാർഡായി മാറിക്കോളും കേട്ടോ. നമുക്ക് ചൈരിച്ചോറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് മാത്രമല്ല എല്ലാ സീഡുകളും നമുക്ക് പൊടിപ്പിച്ചെടുക്കാമേ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അയച്ചിട്ടുള്ള നമുക്കുള്ള പാവല്, ഈ പാവലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ ഇതേപോലെയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മുകള നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോഴേ തിരിച്ചേ നടാവും കേട്ടോ, തിരിച്ചിരിക്കവേ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് ഇതിൻ്റെ ഈ താഴ്വേര് ഇറങ്ങുന്നത് കേട്ടോ. പൊട്ടിയതിന് ശേഷമാണ് നമുക്ക് മുകളിലോട്ട് നമുക്ക് അതിൻ്റെ വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റേ പോലെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക ഉണ്ടോ. ഇത് 2ാമത്തെ ദിവസം പൊടിച്ചു വരും കേട്ടോ. ബാക്കിയുള്ളവർക്ക് 3 ദിവസം പൊടിക്കും, ഇത് 2ാമത്തെ ദിവസം പൊടിച്ചു വരും കേട്ടോ. ഇത് നല്ല ഗാഡിനിയം കൂടിയ വിത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിച്ചു വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതെല്ലാം അടച്ചെടുക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് വയ്ക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് സ്ഥലവും കുറവാണ് കേട്ടോ. ഇതേപോലെ നമുക്കിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമുക്ക് പയറാണ്, അതേപോലെ തന്നെ മുളകാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേബലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാമേ. മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് കാണിച്ചു തരാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് അതായത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ എടുത്ത് കൊടുത്താൽ വേണ്ട, ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ വേണ്ട. എപ്പോഴും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ അതോടെ നിന്നോളും.
അപ്പോഴേ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് നമ്മൾ കിഴികെട്ടി പിടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. കിഴികെട്ടി പിടിപ്പിക്കുന്ന രീതിക്ക് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ കിഴികെട്ടി പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പോട്ടി മിസ്സം കേട്ടോ, കുറച്ച് നമ്മൾ ചകിരിച്ചോറ് നമുക്ക് എടുക്കുക. അതേപോലെ ഇപ്പം ഞാൻ എടുക്കുന്നത് നമ്മളെ മായയില പാവലാണ് കേട്ടോ, നമുക്കുള്ള പാവല തന്നെ കേട്ടോ. ഓക്കെ, നല്ല പാവല കേട്ടോ. അപ്പോഴേ ഇങ്ങനെ നമുക്ക് പിന്നെ പാവൽ പൊടിക്കുന്നു പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിഴിയിട്ട് കൊടുക്കാം കേട്ടോ. കിഴിയിട്ട് കൊടുത്താൽ നമുക്ക് ഏത് വിത്തും നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചു വരും കേട്ടോ. നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുക ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടോ. വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക. നമുക്ക് ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്നപ്പോൾ ഇതേപോലത്തെ ഒരു പോട്ട് എടുക്കുക കേട്ടോ. ഇതേപോലത്തെ പോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് താത്ത് ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ താത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്കിത് മൂന്നാമത്തെ ദിവസം തന്നെ നമുക്കൊന്ന് പൊടിച്ച് വരും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ നനവ് കിടക്കുന്നത് പെട്ടെന്ന് തന്നെ പൊടിച്ച് വരും. കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തണലത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ. ഇവിടെ നോക്കിയാൽ തണലത്തായിട്ട് നമുക്ക് കൊണ്ടുവച്ച് അത് മൂന്നാമത്തെ ദിവസം ഇത് പൊടിച്ച് വരും. നമുക്ക് ഇത് നമ്മളെ ഈ കൊട്ടനൂടിയിലാണെങ്കിൽ വേറെ കുഴപ്പമെന്ന് പറയുമ്പോൾ വേരുപടലങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ച് നമ്മൾ ഈ കൊട്ടനൂടിയിൽ പിടിച്ച് ഇരുന്ന് വേരൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുത്താൽ കുഴപ്പമില്ലാതെ വരും കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് പറയുമ്പോൾ നോക്കി നമ്മൾ നേരത്തെ ചെയ്തെടുത്താൽ നമുക്കുള്ള വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്കുള്ള മാരിമുളക് കേട്ടോ. മാരിമുളക് കൊണ്ട് അതേപോലെ തന്നെ മത്തമുളകുണ്ട്. പിന്നെന്ത് ഉടംകൊല്ലി, നമ്മൾ മാലിമുളക് റെഡ് കേട്ടോ. റെഡും എല്ലാം ഉണ്ടേ. അപ്പോൾ അപ്പോൾ ഈ 4 ഐറ്റം നമുക്ക് ഇതേ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് ഈ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് വേര് പൊട്ടാൻ സാധ്യത. ഇതാണെങ്കിൽ ഒന്നും പൊട്ടത്തില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതായി ഇളക്കിങ്ങി എടുക്കാം കേട്ടോ. നോക്കിയേ, വേരൊന്നും പൊട്ടത്തില്ല. നമുക്ക് നേരെ നമുക്ക് CD ട്രേ അല്ലെങ്കിൽ CD ട്രേയിൽ നമുക്ക് അതേപോലെ നമ്മൾ പോളിത്തീൻ കവറിനകത്താണെങ്കിൽ ആ കവറിനകത്ത് നമുക്കിങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ചെയ്യാം. ഈ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനേ ഉള്ളൂ. കുറച്ച് പോട്ടി മിക്സ് എടുക്കുക കേട്ടോ. കുറച്ച് പോട്ടി മിക്സ് എടുക്കുക. നമ്മൾ ഏത് വിത്താണെന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പോൾ ഞാൻ പയറാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് പയർ കേട്ടോ. പയറെടുക്കുക. ഇതാവുന്നു കുറച്ച് ഇതെങ്ങനെ ഒന്ന് ആക്കിയിട്ട് മൂളം താഴെ പോകുന്ന രീതിയിൽ അതിൻ്റെ ചെയ്യാൻ നേരത്തിൻ്റെ സെൻറ്ററിൽ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയിട്ട് കുറച്ച് പോട്ടി മിക്സും ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊടിച്ച് വരും. നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കേട്ടോ. നമുക്ക് ഇതിനകത്ത് വെള്ളം നിന്നോളമേ. ഇനി ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യരുത്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്ത നമ്മൾ സീഡുകളാണ് കണ്ടോ. നോക്കിയല്ലേ, നല്ല രീതിക്കുള്ള തൈയാണ് നമുക്ക് ഇരിക്കുന്നത് കണ്ടോ. എല്ലാം നല്ല തൈയാണ്. നല്ല വെയിലായി പോട്ടെ. അപ്പോൾ എല്ലാവരും ഉണങ്ങി പോയി. ഇവരെല്ലാം തണലത്തേക്ക് മാറ്റണം. അപ്പോഴേ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതാണേ. നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മൾ ഗ്രീൻ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തണലിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത തൈകളാണ് കേട്ടോ. നോക്കിയാണ്ടാ എല്ലാം നമ്മൾ ഇതേപോലെ നമുക്ക് ആക്കിയെടുത്ത തൈകളാണ്. ഞാൻ പറയില്ലേ, നേഴ്സറിൽ വരുന്നപോലെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് നമ്മൾ ആക്കിയെടുത്ത തൈകളാണ്. നോക്കിയാൽ അറിയാം പെട്ടെന്ന് ഇളകിഞ്ഞ് വരും കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് എന്തൊക്കെ വേരുപെടെല്ലാം ഇരിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുത്താണ്ടോ. എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കിയെടുക്കാന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇത് നമ്മളെ പയറും നല്ല പാവലും പിന്നെ നമുക്കുള്ള പടവലും കേട്ടോ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ആനക്കൊമ്പയുണ്ട് കേട്ടോ. ആനക്കൊമ്പൻ്റെ വെണ്ടയുണ്ട്. പിന്നെ വന്നിട്ട് വലിയ പടവലമുണ്ട്. പിന്നെ നമുക്കുള്ള ഇതുണ്ട്, നമ്മളെ പാവലുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന പറയുമ്പോൾ നമ്മളെ കക്കരിയാണ് കേട്ടോ. കക്കരി കുമ്പൻ്റെ വേറെ ഐറ്റമാണ് കക്കരി. നല്ല ടേസ്റ്റുള്ളതാണ് അതുകൊണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ സീഡുകൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്കായിട്ട് നമുക്കിങ്ങനെ തോളപടി നിന്നോളും ഉണ്ടോ. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി വിടാം. അപ്പോൾ സ്റ്റാൻഡൊക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള സ്റ്റാൻഡാണ്. സുഹൃത്തുക്കളെ, നമ്മളെ CD ട്രേ നമ്മൾ ആക്കിയെടുത്ത നമ്മളെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പോളിറ്റി കവറിനകത്ത് ആക്കുന്നത് കൊണ്ട് നോക്കാമേ.
പെട്ടെന്ന് നോക്കാം കേട്ടോ. വീഡിയോ ഇപ്പം തന്നെ എന്തായിട്ടുണ്ട്. നമ്മൾ ആദ്യം വേണ്ടത് കുറച്ച് ചരൽ കേട്ടോ. കുറച്ച് ചരൽ എടുക്കുക. അതേപോലെ പിന്നെ കുറച്ച് നമ്മൾ ചീമക്കൊന്ന ഇല കുറച്ച് എടുക്കുക കേട്ടോ. എന്തായാലും കരിയില നമുക്ക് കൊടുക്കണേ. കറക്റ്റായിട്ട് കരിയില കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇതിൻ്റെ നൈട്രജൻ ഉണ്ടോന്നാണ് ചീമക്കൊന്ന ഇല കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോട്ടി മിക്സ് കേട്ടോ. കുറച്ച് പോട്ടി മിക്സേ. പോട്ടി മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെ ചെറിയൊരു ഇതുപോലെ ആക്കി കൊടുത്തിട്ടാണ് നമുക്കുള്ള തൈ നമുക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തൈ നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തിട്ട് നിറച്ച് കൊടുക്കല്ല് കണ്ടോ. ഇത്രയും നമുക്ക് എടുത്താകും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി പോട്ടി മിക്സ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. നേരെ നിറച്ച് കൊടുക്കല്ലേ കേട്ടോ. ഇത്ര വയ്ക്കുന്നതിന് ശേഷം ഇനി നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമ്മൾ തൈകൾ നമ്മൾ ആ പോളിറ്റിക്കകത്തേക്ക് മാറ്റുന്നത് കണ്ടോ. ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത തൈകളാണ് കണ്ടോ. കണ്ടോ എല്ലാം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്ത തൈകളാണ് കണ്ടോ. എല്ലാം നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്ത നമുക്ക് തൈകളുണ്ട്. വഴുതനയുണ്ട്, കത്തിരിയുണ്ട്, തക്കാളിയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇതേപോലെ നമ്മൾ ആക്കി എടുത്തതാണ്. നമ്മൾ കുറ്റിക്കുരുമുളക് ഉൾപ്പെടുന്നത് നമ്മൾ ഗ്രാഫ് ചെയ്തെടുത്തതാണ്. എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത്, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ബെൽ ബട്ടൺ കൊടുത്ത്. അതേപോലെ നിങ്ങൾ ഈ രീതി നിങ്ങളൊന്ന് പരീക്ഷ നോക്കാം കേട്ടോ. നമ്മൾ ആ CD ട്രൈയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാറുണ്ട് അതെല്ലാ രീതിക്കും നമ്മൾ നല്ല രീതിക്കുള്ള വിത്തുകളെല്ലാം നമ്മൾ പാവിയിട്ടുണ്ട്. ഒരു 3 ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും പൊടിക്കുകയാണ്. പൊടിക്കാത്ത എന്ത് വിത്തുണ്ടെങ്കിലും തന്നെ ഈ കിഴികെട്ടി കൊടുക്കുന്ന രീതിയിൽ കൂടെ നമുക്ക് നല്ല പൊടിക്കും. അതേപോലെ തന്നെ പാവലിൻ്റെ ഒക്കെ വിത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയ മുകുളങ്ങൾ എടുത്തു കൊടുത്താൽ പൊടിക്കാത്ത വിത്തുണ്ടെങ്കിൽ തന്നെ അത് എടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് പാവുന്നെങ്കിൽ നമുക്ക് എല്ലാം തന്നെ നല്ല സീഡുകളും തന്നെ നമുക്ക് പൊടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ.